വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കിയാൽ കാണാം, കഴിഞ്ഞ മാസത്തെ മന്ത്ലി ചാർട്ടിൽ നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഈ ഒരു മാസം താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി നല്ലൊരു റെസിസ്റ്റൻസിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കാരണം ഓവറോൾ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ബെയറിഷിന്റെ സൈൻ ഒന്നും തന്നിട്ടില്ല. ഇൻഡിസിഷൻ ആയതുകൊണ്ട് മന്ത്ലി ചാർട്ട് കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ പറയാൻ കഴിയില്ല. എനിവേ, നമുക്ക് എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡയറക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഈ മന്തിന്റെ ലോയും അതുപോലെ തന്നെ കഴിഞ്ഞ മന്തിന്റെ ഹൈയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം. വീക്കിലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം ഇവിടേക്ക് ഇറങ്ങി വന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, ഈ വീക്കിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീക്കിലി ചാർട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് താഴോട്ടേക്ക് ഒരു റിജക്ഷൻ വന്നിട്ട് ആണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് വീക്കിലിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോഷർ വന്നിട്ടില്ല. അതായത് ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ, നമുക്ക് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ മുകളിലോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു വീക്കിലിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്, വീക്കിലിയുടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3168 108, അതുപോലെ തന്നെ 3021.009. ഇതാണ് ഈ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, മന്ത്ലി ഇതിൽ പറഞ്ഞിരുന്നു, ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നോക്കിയാൽ കാണാം. ഈ ലെവലിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് തന്നു. അപ്പൊ അതുപോലെ തന്നെ ആ ബുള്ളിഷ് തന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഡേയുടെ ഒരു റിജക്ഷൻ ഏരിയ, അതായത് ഡേയുടെ ഒരു വിക്കൽ ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ വീണ്ടും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം, ഇവിടെ മിനിഞ്ഞാന്നും വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ക്യാൻഡിൽ ക്ലോഷർ നടന്നിരിക്കുന്നത് അതിന്റെ മുകളിലേക്കാണ്. അപ്പൊ ഡേ കാണുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഒരുപക്ഷെ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഷാർപ്പ് ഷൂട്ടപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മുകളിലോട്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഡേ നോക്കുന്ന സമയത്ത്. എന്തായാലും ഡേയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിൽ ഡേയുടെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീക്കിലിയിൽ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ്. അതിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വെക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഈ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നാണ് ഒരു വലിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോ ഈ ഒരു ലെവല് ഒന്ന് മാർക്ക് ചെയ്തിടുക, 3065.570. അതുപോലെ തന്നെ 2954.335. ഇതാണ് ഈ ലെവല്. അതിന്റെ തൊട്ട് മുകളിൽ ഒരു FEG കൂടി ഉണ്ട്. ആ ഒരു FEG കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. FEGയുടെ റേഞ്ച് എന്ന് പറയുന്നത് 3161.403, അതുപോലെ 3086.106 ആണ്. ആ ഒരു ലെവൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ നിലവിൽ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം 2 തവണ ആ ഏരിയയിലേക്ക് വന്നതാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3503.664, അതുപോലെ 3426.656 ആണ്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്കാണ് ഇപ്പോ ഈ റീടെസ്റ്റ് വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഇത് റെസിസ്റ്റൻസ് ആയ ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് അവിടെ വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. അവിടേക്കാണ് റീടെസ്റ്റ് വന്നിരിക്കുന്നത്. റീടെസ്റ്റ് വന്നിട്ട് ഒരു ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോ 4 ഹവറിൽ ഈ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്ന റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത്, അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്.
ആ ഒരു ഏരിയയുടെ റേഞ്ച് എന്ന് പറയുന്നത് 3380.668, അതുപോലെ 3325.284 ആണ്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം 4 ഹവറിൽ ഇവിടെയും ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ റേഞ്ചിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സോണിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ചും കൂടി നമുക്ക് നോക്കാം. 3295.152, അതുപോലെ 3262.886 ആണ് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച്. ഇത്രയാണ് 4 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. താഴോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ്. വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 4 ഹവറിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ. ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ്. ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. കാരണം ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് 2 തവണ പോയിരിക്കുന്നത്. വലിയൊരു ഷൂട്ടപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ വരുന്ന സമയത്ത് വലിയൊരു ഷൂട്ടപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും കൂടി പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 3245.284, 3197.811 ആണ് വരുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞല്ലോ 4 ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇതായിരുന്നു. ആ ഒരു ഏരിയയിൽ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു നല്ല രീതിയിലൊന്ന് ചെറിയ റിയാക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് റിജക്ഷൻ ആയിട്ട് നമുക്ക് ഇപ്പോഴും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള 2 ഏരിയാസ്, ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ 2 ഏരിയാസിലും എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു ടാർഗറ്റ് തന്നെയായിരിക്കും ആദ്യം വെക്കേണ്ടത്. ഒരു നല്ലൊരു ബൈ എൻട്രി കിട്ടണമെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ 3380.688ന്റെ മുകളിലാണ് നല്ലൊരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിലെല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ ബൈ വന്നതിന് ശേഷം ഒരു സെല്ലിലേക്ക് വീണ്ടും വന്നേക്കാം. സെല്ലിലേക്ക് വന്നേക്കാം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പക്ഷെ ചെറിയ പുൾ ബാക്ക് ആയിരിക്കാം. എന്നിരുന്നാലും നമുക്കൊരു കൺഫേം ചെയ്തിട്ട് ബൈ എടുക്കണമെങ്കിൽ ഈ ലെവലിന്റെ മുകളിലായിരിക്കും ഇത്തിരി ബെറ്റർ. ഇനി സെല്ല് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്നിട്ട് നല്ലൊരു കാൻഡിൽ വീഴ്ച വരികയാണ്. വന്നതിന് ശേഷം ഈ ഒരു ലെവല്, അതായത് നമ്മളിപ്പോ നേരത്തെ മാർക്കറ്റ് കയറിപ്പോയ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിന്റെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോ നേരത്തെ വരച്ചിരിക്കുന്ന 4 ഹവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവലാണ്. ഇത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആണ്. വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത ഇവിടെയാണ്. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു ലെവൽ വരെ ബൈ എൻട്രീസ് എടുക്കാവുന്നതാണ്. ലെവൽ മീൻസ് അടുത്ത സോൺ വരെ ബൈ എൻട്രീസ് എടുക്കാവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന രീതിയിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ആഴ്ച മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത, എന്നിരുന്നാലും ഒന്നൊരു സപ്പോർട്ട് എടുക്കാതെ താഴോട്ടേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ആദ്യമേ 1 ഡേ ചാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു റേഞ്ചിന്റെ മുകളിൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടേക്ക് എത്തുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കയറി പോകണം. അങ്ങനെയാണെങ്കിൽ കയറി പോകാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഇപ്പൊ നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. 1, 2, 3, 4. അങ്ങനെ ഈ ഏരിയാസിലൊക്കെ വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി വളരെ ലോങ് ആയിട്ടൊരു ബൈ എൻട്രി എടുക്കാം. അത് ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട്. 3500 എത്താൻ തന്നെ സാധ്യത ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ല് ഒരു സാധ്യത നമ്മൾക്ക് കാണുന്നത് ഈ പറഞ്ഞ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്യാണ്. അതായത് ഈ ലാസ്റ്റ് ലെവലും 2950 എന്ന് പറയുന്ന ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെ ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവലും കൂടി നമുക്ക് ഇവിടെ വരച്ചിടാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നേരത്തെ വരച്ച ഏരിയയിൽ നിന്ന് അത്ര ദൂരമല്ലാത്തൊരു ഏരിയ ആണ്. എന്നിരുന്നാലും ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതിനൊന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2931.854. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 2907.485 ആണ്. നിങ്ങൾ എടുക്കുന്ന ചാർട്ട് അനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഒരുപക്ഷെ 2900 വരെ വരാനൊക്കെ സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ വീക്കിലി പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇപ്പോൾ 1 അവറിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ട്രേഡ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കീ ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് അവിടുന്ന് റിവേഴ്സൽ കിട്ടും അല്ലെങ്കിൽ ബ്രേക്ക് ആവും എന്നുള്ളത് വിചാരിച്ച് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.